ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാൻ വന്നിടുന്ന സമയത്തൊക്കെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും അപ്ഡേറ്റഡ് ആയിരിക്കില്ല എൻ്റെ വീഡിയോസ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്നെടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. കുറച്ച് ഡിലേ മീൻസ് അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ഗാലറിയൊക്കെ ഒന്ന് നോക്കുമ്പോൾ കണ്ടതാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പഴയ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങനെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളും അതിനോട് കൂടെ നമുക്ക് ചെറിയൊരു മോട്ടിവേഷനും കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ. അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇപ്പം തന്നെ അവസാനിപ്പിക്കാമെന്നല്ല, അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ വ്ളോഗല്ലേ, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചട്നിയും പിന്നെ കൂടെ തന്നെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും വറ്റൽ മുളകും ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. നമ്മൾ മറ്റേ ചമ്മന്തിയില്ലേ, നമ്മൾ ഗണപതി ഭവനിലൊക്കെ നമുക്ക് മസാല ദോശൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ചട്നിയോ ചമ്മന്തിയോ ഇല്ലേ, അതാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കണം, ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വാട്ടിയെടുക്കുക. ആ വെളിച്ചെണ്ണയിൽ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇഡ്ഡലി ഇതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചമ്മന്തി അങ്ങനെ ഒരു കോംബോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചമ്മന്തി സ്പെഷ്യലാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരിത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി ചൂടാറിയ ശേഷം മാത്രം മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടെ ഒരിക്കലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കരുത്. പിന്നെ ചമ്മന്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. പിന്നെ ഈ ഒരു ചമ്മന്തി കുറച്ചധികം നമ്മൾ അരച്ചെടുക്കുന്ന ടൈപ്പുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇഡ്ഡലിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചോന്ന് അറിയില്ല, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിൻ്റെ തട്ടിൽ ഒരിത്തിരി ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഇഡ്ഡലി തട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിതിന്ന് കിട്ടും. അതവിടെ ഒട്ടി പിടിക്കാതെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതാ നമ്മൾ ആ ചമ്മന്തിൻ്റെ മിക്സ് ഞാൻ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആ സെയിം ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, ആ ഒരു ഉഴുന്ന് പരിപ്പ് നമ്മളോട് ചേർക്കുമ്പം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒത്തിരി കൂടുതലൊന്നും വേണ്ട. വളരെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ജീരകം, വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വെളുത്തുള്ളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ, വറ്റൽമുളക്, അതും 2 കഷ്ണമാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒത്തിരി ഇട്ട് മൂപ്പിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി ഡയറക്റ്റ് നമ്മൾ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഗണപതി ഭവൻ സ്പെഷ്യൽ ചമ്മന്തിയാണ്. ദോശ അവരെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുപോലെ പോകുന്നൊരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ കണ്ടില്ല, ഇത് ചട്നി എന്നാണ് അവർ പറയുന്നത് തോന്നുന്നു. ഈ ഒരു ചട്നി, ഇതിന് ചമ്മന്തി എന്ന് പറയുന്നില്ല തോന്നുന്നു, ചട്നി. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹസ്ബൻഡ് ഓഫീസിൽ പോകാനുണ്ട്, അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഈ ചമ്മന്തിപ്പൊടി നാട്ടിൽ നിന്ന് എൻ്റെ നാത്തൂന് എനിക്ക് വരുമ്പം കൊടുത്തയച്ചിട്ടുള്ളതാണ്. നല്ല ചമ്മന്തിപ്പൊടിയാണ്. ഇഡ്ഡലി ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ചട്നിയും ഈ ഒരു ചമ്മന്തിയും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. വളരെ നമുക്ക് സാമ്പാറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഹസ്ബൻഡും ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി നമ്മളെ ചില്ലി ചമ്മന്തിപ്പൊടി ഇല്ലേ, നല്ല ടേസ്റ്റാണ്. അവൾ എൻ്റെ നാത്തൂന് ഉണ്ടാക്കിയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാത്രം കഴുകാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കഴിയുമല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള ബീഫ് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബീഫാണ് കേട്ടോ നമ്മുടെ നാടൻ ഇന്ത്യൻ്റെ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഈ ഒരു ഇന്ത്യൻ ലുലുവിൻ്റെ ഇന്ത്യൻ ബോബിവിൽ ഇവിടെ അബ്രോഡുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. മിക്കവർക്കും അറിയുന്നുണ്ടാവും. നമുക്കിവിടെ നാട്ടിലത്തെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ ഒരു ബീഫ് നാട്ടിലെ ആ ഒരു ടേസ്റ്റിനോട് ഏകദേശമൊക്കെ കുഴപ്പമില്ലാതെ പോകും കേട്ടോ. അപ്പോൾ ഇതാ നോക്കി വെക്കുക, ലുലുവിൻ്റെ ബോബി വീലാട്ടോ. ഇത് എല്ലില്ലാത്തൊരു പീസാണ്. എല്ലില്ലാത്തതാണ്, പക്ഷേ എല്ലുള്ള ബീഫായിരിക്കും നമുക്ക് കറി വെക്കാനായാലും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതൊരു ഫുൾ ബോൺലെസ് ആണ് വരുന്നത്. യങ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവ് നോക്കണ്ട, ഒത്തിരി നേരം കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ദാ ഈ ബീഫും പിന്നെ കുമ്പളങ്ങ കറി, തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു, ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ബീഫ് വരട്ടാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും വീഡിയോസിൽ മോഡിഫൈ ചെയ്യണം, ഇങ്ങനത്തെ വീഡിയോസ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അതനുസരിച്ചിട്ടൊന്ന് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തിനും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ, എൻ്റെ വീഡിയോക്ക് ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. എങ്കിലാണ് നമുക്കതിനനുസരിച്ചിട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം, ഡേ ഇൻ മൈ ലൈഫ് ആണോ, വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. വളരെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ, പക്ഷേ അൽഹംദുലില്ലാ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്ന ആളല്ല. ഡെയിലി നമ്മൾ വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി വ്യൂവേഴ്സിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കൊരു കുറച്ചൊരു എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ട്. എന്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പീരീഡ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. ചെറിയ കുട്ടികളും ഒറ്റയ്ക്കും, അപ്പോൾ എല്ലാം കൂടെ അങ്ങ് മാനേജ് ചെയ്ത് എത്തിപ്പോണില്ല. അതുകൊണ്ട് തന്നെയാണ് കുറേ വീഡിയോസ് പഴയത് ഇനിയും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇപ്പോഴത്തെയാണോ എന്ന്. ഒരിക്കലല്ല, ചില വീഡിയോസൊക്കെ കുറേ മുമ്പത്തെയാണ്. അപ്പോൾ അതൊക്കെ ഇനി ഇടാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി വാഷ് ചെയ്ത് നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വരച്ചെടുക്കില്ലേ, അങ്ങനെ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇത് പെട്ടെന്ന് വിസിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു അത്യാവശ്യം നല്ല നമ്മൾ പറയില്ല നല്ല മൂത്ത ബീഫാണ്, അങ്ങനെയല്ല, ഒരു ഇളയ ബീഫാണിത്. അതിന്മേൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്, യങ് ബീഫ് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നേരം പിടിച്ച് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ അടുക്കളയിൽ നിന്ന്
ഇത് ഞാൻ വന്ന പാട് എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പരിപാടികൾ തീർത്തിട്ട് പോകണം. കിച്ചണിലൊന്നും ആ സമയത്ത് നിൽക്കാനേ പറ്റില്ല, ഭയങ്കര ചൂട്. നമ്മൾ വയർത്ത് ഫാൻ ഇടാനും പറ്റില്ല, കാരണം ഫാൻ ഇട്ടാൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇങ്ങനെ ഇതായി നിൽക്കും ചെയ്യും. അപ്പോൾ അത് കാരണം ഫാൻ ഇടാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് പരിപാടി ഞങ്ങൾക്ക് തീർത്തിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് പോകാനാണ് നോക്കാറ്. ഞാൻ വന്ന ഉടനെ എടുത്ത വീഡിയോ വീണ്ടും പറയണം. ആ സമയത്ത് ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് തണുപ്പ് കാലം, അല്ലെങ്കിൽ തണുപ്പൊക്കെ വിട്ടിപ്പോൾ വീണ്ടും ചൂട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ച് പിന്നെ അതാ മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. മക്കൾക്ക് ഇഷ്ടമാണ് ചട്നി ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്തു. പിന്നെ അവരവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് അവിടെ വിസിലടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നേരത്തെ പുറത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവർ കാരണം നിങ്ങൾ നാണം കെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഭയങ്കര മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഭയങ്കര മോശമായിട്ട് അപമാനിക്കുക, മറ്റുള്ളവരുടെ ഇടയിൽ നാണം കെടുത്തുക, അങ്ങനത്തെ പരിപാടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും, അതായത് ഇൻസൾട്ട്, നമ്മൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഏറ്റവും വേദന എന്ന് പറയുന്നത്, ഈ നമ്മളെ അപമാനിക്കുന്നവർ പലരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ആക്കുന്ന കാര്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു വെച്ചിട്ട്, ഇത് ഞാനായിട്ട് പറഞ്ഞ കഥയോ ഒന്നും അല്ല കേട്ടോ. ഞാനും ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട് അതിൽ നമുക്ക് ഇൻസ്പയർ ആവാമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു കഥയാട്ടോ. ഒരു മാർക്കറ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ഭിക്ഷക്കാരനെ പരസ്യമായിട്ട് അപമാനിക്കുകയാണ് എല്ലാവരും. അതായത് എല്ലാവരും ചുറ്റിലും ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് അയാളെ പോയിട്ട് ഭയങ്കര മോശമായിട്ട് അപമാനിക്കുകയാണ്. അയാളോട് പറയാണ്, എല്ലാവരും പറയുന്നത് നീ വലിയ ജ്ഞാനിയാണെന്നാണല്ലോ, പക്ഷെ എനിക്ക് നിന്നെ കണ്ടിട്ട് വെറും മണ്ടനായിട്ടാണ് തോന്നുന്നത്. അതായത് നിന്നെ കണ്ട ഭയങ്കര ജ്ഞാനിയാണ് എന്നൊക്കെ തോന്നും, പക്ഷെ നീ ഒരു മണ്ടനാണ്. അതായത് നീ മറ്റുള്ളവരെ മുന്നിൽ ഭിക്ഷ യാചിച്ച് തെരുവുള്ള നായ്ക്കളെ പോലെ ജീവിക്കുകയാണല്ലോ നീ. മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് ജീവിക്കുന്ന ഒരു പട്ടിയുടെ ജീവിതമാണല്ലോ നീ ജീവിക്കുന്നത്. പിന്നെ അതാണോ നിനക്കുള്ള വിവരം? നിനക്കൊരു വിവരമില്ല, നിനക്ക് പണമില്ല, നീ വെറും ഭിക്ഷക്കാരൻ, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് പറയുന്ന അതായത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭിക്ഷക്കാരുണ്ടല്ലോ, അയാൾ ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞ് മാറി ഒരു പുഞ്ചിരിയായിട്ട് അതങ്ങോട്ട് മാറ്റിക്കളയാണ്. അങ്ങനെ ഈ ചീത്ത വിളിക്കുന്ന ആളുണ്ടല്ലോ, ആ ഭിക്ഷക്കാരനെ അങ്ങ് ഭയങ്കരമായിട്ട് മോശമായിട്ട് ചീത്ത വിളിച്ചിട്ട് അയാളങ്ങോട്ട് തള്ളിയിടുക. എന്നിട്ട് അപ്പോൾ ഈ ഭിക്ഷക്കാരൻ അയാൾ പറയണത് ഒന്നും കേൾക്കാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിക്കട്ട കൊണ്ട് നിലത്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കണം. അയാൾ അങ്ങനെ അതൊന്നും മൈൻഡാക്കിയില്ല. പക്ഷേ ഈ അപമാനങ്ങളൊക്കെ പ്രതികരിക്കാതെ ആയപ്പോൾ ഈ ആളുണ്ടല്ലോ, ഈ ചീത്ത വിളിച്ച ആൾ, ഈ ഭിക്ഷക്കാരൻ തിരിച്ചൊന്നും പ്രതികരിക്കണില്ല. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ ദേഷ്യം വന്നു. അപ്പോൾ അയാൾ എന്തൊക്കെയോ ഭയങ്കര മോശമായിട്ട് അയാളെ ശപിച്ചുകൊണ്ടും അയാൾ നടന്നുപോയി. ഈ ചീത്ത വിളിച്ച അയാൾ നടന്നുകൊണ്ട് പോയി. ഇത് കണ്ടുന്ന ഒരാൾ വന്നിട്ട് ഈ ഭിക്ഷക്കാരോട് അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പ്രതികരിക്കാഞ്ഞത്? അയാൾ എന്തൊക്കെ വാക്കുകളാണ് വിളിച്ചത്? അത്രയും വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾ വിളിച്ചതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഇതൊന്നും അപമാനമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങളൊരു ജ്ഞാനിയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, പക്ഷേ നിങ്ങളുടെ ഈ മൗനം എന്നെ സംശയത്തിലാക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാൾ കേട്ടോ. അപ്പോൾ ഭിക്ഷക്കാരൻ ഭയങ്കര പുഞ്ചിരിച്ചിട്ട് അയാളോട് പറയാണ്, എന്നെ അനുകമ്പിക്കാൻ പറയാം. അപ്പോൾ അവിടെ അടുത്തൊരു ചളിക്കിണറോ ചളിക്കുണ്ടോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവിടുത്തെ കൊണ്ടുപോയിട്ട് അയാൾ കുറച്ച് ചളി എടുത്തിട്ട് മറ്റേ ആളോട് പറയാണ്, ഈ ചളി ഞാൻ നിൻ്റെ വസ്ത്രത്തിൽ തേക്കാൻ പോവാണെന്ന്. ഭിക്ഷക്കാരൻ പറയാണ്, ഈ ചളി ഞാൻ നിൻ്റെ മേത്ത് തേക്കാൻ പോവാണ്, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ ആൾ എന്തപ്പോൾ ഇയാൾക്ക് പ്രാന്താണോ എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുകയാണ്. ഇത്രയും വൃത്തിയുള്ള എൻ്റെ ഡ്രസ്സിൽ നിങ്ങൾ എന്തിനാണ് ചളി വാരി തേക്കുന്നത്? നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പറ്റിക്കുകയാണോ എന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറയാം, അങ്ങനെയെങ്കിൽ ശരി, എങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൽ ആ ചളി തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭിക്ഷക്കാരൻ സ്വന്തം ഡ്രസ്സിൽ ആ ചളി വാരി തേക്കുകയാണ്.
അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കുക, നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, എന്താണ് നിങ്ങൾക്ക് ഭ്രാന്താണോ? ആ രീതിയിലുള്ള സംസാരമാണ്. വിശുക്കാർ അയാളോട് പറഞ്ഞു കൊടുക്കുക, നിനക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ മുന്നിൽ കാണുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ, നീ ഒരു സഞ്ചിയിൽ കൊണ്ടുപോയി ഇടണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചെറിയ ദേഷ്യമാണെങ്കിൽ ചെറിയ കല്ലും, വലിയ ദേഷ്യമാണെങ്കിൽ വലിയ കല്ലും. ആ കല്ലുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ നീ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നാണ് ഭിക്ഷക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറയാണ്, നീ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ഞാൻ നിനക്ക് അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കല്ല് വെക്കുന്ന ആ സഞ്ചി അല്ലെങ്കിൽ കവറുണ്ടല്ലോ, അത് ഒരിക്കലും താഴെ വെക്കരുത്, നിന്നോടൊപ്പം നീ കൊണ്ട് നടക്കണം എന്നുള്ള രീതിയിലാണ് പറയണത്. ഇയാൾക്ക് ഒരു മാസമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അയാളുടെ സഞ്ചി ഫുള്ള് വലിയ വലിയ കല്ലുകളാൽ നിറഞ്ഞ്. അത്രയും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കല്ലുകളൊക്കെ പെട്ടെന്ന് തന്നെ നിറഞ്ഞു. അങ്ങനെ ഭിക്ഷക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഭിക്ഷക്കാരൻ്റെ അടുത്ത് എത്തി സഞ്ചി എനിക്ക് ഇനി താങ്ങി നിർത്താനൊന്നും കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഭിക്ഷക്കാരൻ, അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ട് സഞ്ചി താഴെ വെച്ചില്ല? അപ്പോൾ അയാൾ പറയാം, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് താഴെ വെക്കരുത് എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ സഞ്ചി ഇപ്പോൾ താഴെ വെക്കുമെന്ന് ഭിക്ഷക്കാരൻ അയാളോട് പറയാണ്. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായതെന്ന് നമ്മുടെ ആൾ പറയുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു സമാധാനം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാൾ പറഞ്ഞിടക്കാണ്, നിങ്ങൾ അത്രയും കല്ലുകൾ ഭാരം പേറി നടന്നപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതകളും ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അത് നിങ്ങൾ താഴെ വെച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായി, നിങ്ങൾക്ക് ഭയങ്കര റിലാക്സായി. അത്രയേ ഉള്ളൂ ജീവിതത്തിലും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി പലതും പറയും. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മളെ പ്രഷർ, നമുക്ക് സങ്കടം താങ്ങാനത് അപ്പുറം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മുടെ സമാധാനം മറ്റുള്ളവരാൽ നമ്മൾ കളയണ്ട. പറയുന്നവർ പറഞ്ഞോട്ടെ, അല്ലേ? അവർ നാവോ അവരെ വായോ നമുക്ക് പൂട്ടിക്കെട്ടാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ സമാധാനം നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ പറയുന്നവർ പറഞ്ഞോട്ടെ, അത് നമ്മൾ നമ്മുടെ ജീവിതത്തേക്ക് വലിച്ചെടുക്കാതെ ഇരിക്കുക. അതായത് ഇപ്പോൾ ആ ആൾക്ക്, നമ്മൾ അപമാനിക്കപ്പെടുന്ന ആളുണ്ട്, ആ ആൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യുന്നവർ മറ്റുള്ള ഒരാളെ ഭയങ്കര മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് അയാളിൽ ഒരു സുഖം കണ്ടെത്തുന്നുണ്ടാവും. പക്ഷേ അയാൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും അത് അയാൾക്ക് തന്നെ തിരിച്ചടി ആയിട്ട് തിരിച്ച് കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ അതാലോചിച്ച് നമ്മുടെ സമാധാനം കളയേണ്ട ഒരു ആവശ്യമില്ല. അത്ര മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒത്തിരി കണ്ട് കൂടി പോയി തോന്നുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ റെഡിയാക്കി, ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. പിന്നെ ചെറിയ ആൾക്ക് അവക്കാടൻ്റെ പ്യൂരിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒത്തിരി പഴയ വീഡിയോ ആണ്. പിന്നെ ഇതാ ഈവനിങ്ങിന് ഞാൻ നമ്മുടെ മുട്ട പഫ്സ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് മുട്ട പഫ്സ്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതിൻ്റെ മസാല, മെയിൻ മസാല പ്രത്യേകിച്ച് നമുക്ക് മസാല ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് സവാളയുടെ ആവശ്യമല്ലേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മളാരെങ്കിലും അപമാനിക്കേ, നമ്മൾ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കേ, നമ്മൾ അങ്ങനത്തെ ആളാണ്, നമ്മൾ ഇങ്ങനത്തെ ആളാണ്, അങ്ങനെ പറയുന്നവർ നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ പോകണ്ട, അല്ലേ? അവരവിടെ പറഞ്ഞോട്ടെ. അവരിങ്ങനെ പറഞ്ഞ് അവർക്ക് ലാസ്റ്റ് ഒരു അറ്റ് ദ മൊമെൻറ്റ് അവർക്കൊരു തിരിച്ചറിവ് കിട്ടുന്നൊരു സമയം ഉണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നത്, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പം മേ ബി അവർ കടന്നു പോയേക്കാം, അറിയില്ല നമുക്ക്. അപ്പോൾ അത്ര ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ അവരോടുള്ള ദേഷ്യം മൊത്തം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് സമാധാനം തന്നെ നഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് അത് ആ വൈക്ക് അങ്ങോട്ട് വിടുക. നമുക്ക് പ്രയാസമാണ്, ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും അവർ പറഞ്ഞുണ്ടാക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു നടക്കുന്നതും. അത് നമ്മളുടെ മുന്നിലായിരിക്കണം എന്നില്ല, നമ്മളുടെ മുന്നിൽ പറയുന്ന നടക്കുന്നതായിരിക്കില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർ മുഖേന നമ്മളത് അറിയും. അത് ഒരു പ്രത്യേക ഒരു പോയിൻ്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നല്ല. നമ്മളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിക്ക് നമ്മളത് അറിഞ്ഞിരിക്കും. അല്ലാതെ ലാസ്റ്റ് നമ്മുടെ ചെവിയിൽ തന്നെ എത്തുമെന്ന് പറയില്ലേ, അത് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം, മനസ്സിന് ഭയങ്കര ഒരു ഭാരം കൊണ്ടുവച്ച പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും.
കാരണം അവൾ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ, അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ബട്ട് അത് നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിന് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനും പ്രഷറും കൂടേ ഉള്ളൂ. നേരെ മറിച്ച് അവരവിടെ അങ്ങനെ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞ് അതവിടെ കഴിഞ്ഞ്. പക്ഷേ അത് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ ഏതെങ്കിലും കാലത്ത് ഒരു കുറ്റബോധം വരും, തീർച്ചയായിട്ടും വരും. അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതേപോലെ ആ ഒരു ദേഷ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ തന്നെ, അതായത് അതാണ് ആ ഭിക്ഷക്കാരൻ പറഞ്ഞത്, സ്വന്തം ദേഹത്ത് ചെളി വാരി എറിഞ്ഞാലും മറ്റുള്ളവരുടെ ദേഹത്ത് നമ്മൾ വലിച്ചെറിയണ്ടല്ലോ. നമ്മളെ സമാധാനം കളയണത് എന്തിനാണ് നമ്മൾ? അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ സമാധാനം മറ്റുള്ളവരെ കാരണം കൊണ്ട് കളയരുത്. നമ്മളുടെ സന്തോഷവും സമാധാനവും നമ്മളെടുത്താണ്, അല്ലേ? അല്ലാതെ അവരങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ടെൻഷനും ഫീലിങ്സൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒത്തിരി എടുത്ത് തല കയറ്റി വെക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മൾ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക. പിന്നെ ഒരിക്കലും നമുക്ക് യോജിച്ച് പോകില്ല, അങ്ങനത്തെ ഒരാളായിട്ട് നമുക്ക് പറ്റൂല, അങ്ങനത്തെ കുടുംബക്കാരോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ സമാധാനം, അതായത് അവരുടെ അടുത്തേക്ക് പോയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല, നിങ്ങൾക്ക് സ്ട്രെസ്സാണ് എങ്കിൽ നിങ്ങൾ പോകണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അവരോടുള്ള വെറുപ്പും ദേഷ്യമൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ നീറ്റാക്കി വെക്കുക, അത്ര വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വൈകിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മക്കളായിട്ട്. നമ്മളെ ഒട്ടുമിക്ക വീക്കെൻഡിലും ആകെ വരുന്നത് ഇങ്ങോട്ടാട്ടോ. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, കിഡ്സ് മാളിൽ. ഇതിനൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒമാനിലുള്ളവർ മസ്റ്റായിട്ടും, അതായത് ബർക്ക ഏരിയയിലാണ് ഇതുള്ളത്. അപ്പോൾ അത്രയും മസ്കറ്റ് എന്നൊക്കെ വരുമ്പോൾ ഒത്തിരി ലോങ് ഉണ്ടാവും. ബർക്ക, നിയർ ബൈ ബർക്ക അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ കിഡ്സ് മാൾ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രാഗൺ മാർട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും ബർക്കയിൽ തന്നെയാണ്. ഡ്രാഗൺ മാർട്ട്, ചൈന മാൾ എന്നൊക്കെ പറയും. അപ്പോൾ അവിടേക്കൊന്ന് ചെറിയൊരു പർച്ചേസിങ്ങും പിന്നെ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് കിഡ്സ് മാളിൽ അവരെ കളിക്കാൻ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കിഡ്സ് മാൾക്ക് നമ്മൾ സെപ്പറേറ്റ് പോയിട്ടില്ല തോന്നുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കിഡ്സ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു കിഡ്സ് സ്റ്റേഷൻ ആട്ടോ, കിഡ്സ് മാളല്ല, ഞാൻ മാറിപ്പോയതാണ്. ഞാൻ പറഞ്ഞ ഒത്തിരി പഴയ വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടാണെന്ന് വിചാരിച്ചു. കിഡ്സ് മാളിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതും ബർക്കയിൽ തന്നെയാണ് കേട്ടോ. ബർക്കയിൽ ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിൽ വരുന്നൊരു കിഡ്സ് സ്റ്റേഷനാണ്. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് അതിനുള്ളിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു. പ്രത്യേകിച്ചൊന്നും വാങ്ങൂലെങ്കിലും എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ മുടി കണ്ടാൽ അറിയാം. എൻ്റെ വീഡിയോ ഫാമിലീസിനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ്റെ മുടി ഇപ്പോൾ ഇങ്ങനെയല്ല, ഇപ്പോൾ വളർന്നിട്ടുണ്ട്, വളർത്താനുള്ള രീതിയിൽ. അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒത്തിരി പഴയ വീഡിയോ ആണെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ എടുത്താട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫർണിച്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലോട്ടുള്ള എൻട്രീൻ്റെ ആ ഒരു ഇതിൽ നമ്മളങ്ങനെ എടുത്താണ്. അപ്പോൾ പിന്നെ കുട്ടികളായിട്ട് കുറച്ച് സമയം അവിടെ കളിച്ചു ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് മൂത്രമൊഴിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കുട്ടികളായിട്ട് കളിക്കാൻ പോയത്. ഹസ്ബൻഡിനൊരു ചെയർ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. നമ്മൾ കുറച്ച് നോക്കി, കിട്ടിയില്ല. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കുറേ കാലിഗ്രഫി ഉണ്ട് കേട്ടോ. നമ്മുടെ അറബിക് കാലിഗ്രഫി ഉണ്ട്, നല്ല നല്ല പാത്രങ്ങൾ, കാര്യം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചുറ്റിക്കാണ്ട് നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ മുഴുവനായിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുട്ടികളായിട്ട് അവിടെ കളിക്കാൻ കയറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒത്തിരി ഷാളിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അറിയില്ലേ,
ഒത്തിരി കളർ വെറൈറ്റീസ് ഷാളുകളുണ്ട് കേട്ടോ. ഓരോ ഷെയ്ഡിൻ്റെയും ലൈറ്റും ഡാർക്കും പാസ്റ്റൽ കളേഴ്സും എല്ലാം ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് കറങ്ങി തിരിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.